നമസ്കാരം. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ഇങ്ങനെ വളർച്ച താഴോട്ടാകുന്നത്? പടവലം പോലെയാണ് കോൺഗ്രസിൻ്റെ വളർച്ച എന്നുള്ളത്. ഇത്ര കാലമായിട്ടും ഒരു ദേശീയ രാഷ്ട്രീയ കക്ഷിയായിട്ടുള്ള കോൺഗ്രസ് വളർച്ചയുടെ പടവുകൾ കയറി മുന്നേറേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ 15 വർഷമായി ഈ പാർട്ടിയുടെ വളർച്ച താഴെത്തട്ടിലാക്കിയാണ് അല്ലെങ്കിൽ കീപ്പോട്ടാണ് എന്ന് പറയേണ്ടി വരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഇവിടെ സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞും BJPയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ വലിയ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കുകയാണ് കോൺഗ്രസ്. കഴിഞ്ഞ തവണ 423 സീറ്റിൽ വരെ മത്സരിച്ച കോൺഗ്രസ് ഇപ്പോൾ മത്സരിക്കുന്നതിന് ഇത്തവണ കൈവിട്ടത് കുറഞ്ഞത് 100 സീറ്റുകളാണ്. ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലാണ് കോൺഗ്രസ് ഇത്തവണ മത്സരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ഇന്ന് നടക്കുമ്പോൾ 282 സീറ്റുകളിലാണ് പാർട്ടി ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് തന്നെ. അമേഠിയും റായ്ബറേലിയും അടക്കം ഇനി 45ഓളം സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുമുണ്ട്. ഫണ്ടിൻ്റെ കുറവും ശക്തിയില്ലാത്തടത്ത് മത്സരിച്ച് തോൽക്കുന്നതിലും ഭേദം സാധ്യതയുള്ളിടത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന തിരിച്ചറിവിലാണ് കോൺഗ്രസ് തന്ത്രം മാറ്റിയിരിക്കുന്നതെന്ന് പറയാം. അതേസമയം 432 സീറ്റുകളിൽ BJP ഇതിനോടകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 10ഓളം സീറ്റുകളിൽ കൂടി BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചേക്കും. 2019 BJP 437 സീറ്റിലും കോൺഗ്രസ് 423 സീറ്റുമാണ് മത്സരിച്ചത്. BJPയുമായി നേരിട്ട് ഏറ്റുമുട്ടേണ്ട സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണി സഖ്യം ശക്തിപ്പെടുത്തണമെന്ന പാർട്ടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റുകളിലേക്ക് ഒതുങ്ങിയത് എന്നുള്ളതാണ് വസ്തുത. മത്സരിക്കുന്ന സീറ്റുകളിൽ പരമാവധി പ്രയത്നം നടത്തി 150 സീറ്റുകൾ നേടുകയും തിരഞ്ഞെടുപ്പ് ഫണ്ട് ഇവിടങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുകയുമാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് പറയപ്പെടുന്നത്. അതേസമയം ഇത്തവണ BJPയുമായി കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്നത് 276ഓളം സീറ്റുകളിലാണ്. പ്രാദേശിക പാർട്ടികൾക്ക് മേൽക്കൈയുള്ള പ്രദേശങ്ങളിൽ അവരുടെ വിജയസാധ്യത കൂടി കണക്കിലെടുത്താണ് വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് തയ്യാറായത് എന്ന് പാർട്ടി നേതൃത്വം തന്നെ പറയുന്നുമുണ്ട്. തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിലേക്ക് കടന്നിട്ടും ഹരിയാനയിൽ ആകെയുള്ള 10 സീറ്റുകളിൽ കോൺഗ്രസിന് ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് സ്ഥാനാർത്ഥികൾ തീരുമാനിക്കാൻ തന്നെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. BJP എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആന്ധ്രാപ്രദേശ് 12 സീറ്റുകളിലേക്കും തെലങ്കാനയിൽ 3, ബീഹാറിൽ 6, ഒഡീഷ, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ 2 സീറ്റ് വീതവും സീറ്റുകളിലേക്കും കൂടി കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ ഇനിയും പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇവിടങ്ങളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ കോൺഗ്രസ് പട്ടിക 330 ആകുകയേ ഉള്ളൂ. ലോക്സഭയുടെ ചരിത്രത്തിൽ കോൺഗ്രസ് 400 സീറ്റുകളിലേക്ക് താഴെ മത്സരിക്കുന്നത് ഇതാദ്യമാകാം. ഇതിനു മുൻപ് കോൺഗ്രസ് ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചത് 2004 അന്ന് 417 കോൺഗ്രസ് സ്ഥാനാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത്. BJP 2019 കൂടുതൽ സ്ഥാനാർത്ഥികളെ ഇത്തവണ നിർത്തിയിട്ടുണ്ട് എങ്കിൽ കൂടിയും പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പേർ മത്സരിച്ചത് 1991-92 തിരഞ്ഞെടുപ്പിലാണ്. അന്ന് BJPക്ക് 477 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. 543ഓളം വരുന്ന ഇന്ത്യയുടെ ഭൂരിപക്ഷമുള്ള മേഖലകളിലുമുള്ള സീറ്റുകൾ, ആ സീറ്റുകളിൽ പൂർണ്ണമായിട്ടും മത്സരിക്കാൻ കഴിയാത്ത ഒറ്റക്കക്ഷിയായി കോൺഗ്രസ് പതറുന്നു. അവിടെ സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് BJPയെ എങ്ങനെ നേരിടണമെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മറ്റൊരു തന്ത്രം പുറത്തിറക്കുകയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിക്കൊണ്ട് 330 സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തുന്നു. ബാക്കിയുള്ള സീറ്റുകളിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റ് സഖ്യകക്ഷികൾ നിരക്കുന്നു. അവരുടെ ശക്തി കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട്, ആ പ്രാദേശിക ശക്തികളുടെ ശക്തി കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസ് ഇന്ത്യ മുന്നണി രൂപീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ 2024 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത്. എന്നാൽ ഈ 2024 തിരഞ്ഞെടുപ്പിൽ എന്താണ് ആ തന്ത്രം? 330 സീറ്റുകൾ മത്സരിക്കുകയും ഏകദേശം 150ഓളം സീറ്റുകൾ നേടിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. ബാക്കിയുള്ള ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ എല്ലാവരും കൂടി 130 സീറ്റിലധികം നേടിയെടുക്കുമെന്നുള്ള വിശ്വാസവും ഈ കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അങ്ങനെ എത്തുകയാണെങ്കിൽ 180ഉം 130 സീറ്റുകളും കൂടി ചേർന്ന് 280ലധികം സീറ്റുകളിലേക്ക് എത്തുകയും ഇന്ത്യ മഹാരാജ്യം ഇന്ത്യ മുന്നണിക്ക് ഭരിക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് അവർ വല്ലാതെ സ്വപ്നം കാണുന്നുമുണ്ട്. അങ്ങനെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ പുറകിലാണ് കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയും. 180 സീറ്റുകളിലധികം നേടുവാനുള്ള സാധ്യതയില്ലാത്ത പാർട്ടിയാണ് BJP എന്ന് കോൺഗ്രസിൻ്റെ അനിഷേധ്യയായിട്ട് നേതാവ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞതും ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ്. അങ്ങനെ BJPക്ക് ജയിക്കാൻ കഴിയാത്ത മണ്ഡലങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള സാന്നിധ്യമായി കോൺഗ്രസ് മാറുകയും, അല്ലെങ്കിൽ പ്രാദേശികവാദം നടത്തപ്പെടുന്ന പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പ്രാദേശിക പാർട്ടികൾ BJPയെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ BJPയെ തളർത്തുകയും BJPയെ പരാജയപ്പെടുത്തിയതിനു ശേഷം കോൺഗ്രസ്സിന് മുന്നോട്ട് വരാൻ കഴിയുമെന്ന സാഹചര്യം ഉണ്ടാകും. 300 സീറ്റുകളിൽ ഏകദേശം 150 സീറ്റുകൾ മറികടന്നാൽ
130 സീറ്റുകൾ ഇന്ത്യ മുന്നണിയുടെ ബാക്കി ഘടകകക്ഷികൾ കൂടി കൊണ്ടുവന്നാൽ 280 എന്ന് പറയപ്പെടുന്ന മാജിക് സംഖ്യയിലേക്ക് എത്തുകയും ആ മാജിക് സംഖ്യ ഉപയോഗിച്ച് ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാമെന്നുള്ളതും ഇന്ത്യ മുന്നണിയും കോൺഗ്രസും സ്വപ്നം കാണുന്നുണ്ട്. പക്ഷേ ആ സ്വപ്നത്തിൻ്റെ ആയുസ് ജൂൺ 4 വരെയാണ്.